ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നാണ് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാം പാക്ക് ചെയ്ത് 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ബസ്സിലാണ് ഞാൻ വരുന്നത്. കാരണം ട്രെയിൻ നല്ല ലേറ്റ്. അങ്ങനെ നമ്മൾ കല്ലമ്പലത്ത് വന്നിരിക്കണം. അപ്പോൾ എൻ്റെ ദിയ ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടി കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ബസ് വന്നു. 4:20 ആയപ്പോൾ ബസ് വന്നു. ഞാൻ 5 കാലൊക്കെ ആയപ്പോൾ തന്നെ ട്രിവാൻഡ്രത്ത് എത്തി കേട്ടോ. അങ്ങനെ തമ്പാന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചായയെ കുടിച്ച് വടയെ കുടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പിള്ളേരെല്ലാവരും അവിടെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ നേരെ അടുത്ത ബസ്സിൽ കയറി KK ചെന്നു. ഡിപ്പോയിൽ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ചിറയൻകീഴായിരുന്നു നമ്മളെ ഫസ്റ്റ് റൂട്ട് കേട്ടോ. അപ്പം നല്ല ഒരു ചേട്ടനും 2 ചേട്ടന്മാരായിരുന്നു കേട്ടോ എൻ്റെ റൂട്ടിലുണ്ടായിരുന്നത്. ഒന്ന് രാഹുലേട്ടനും ഒന്ന് അരുൺ എന്ന് പറഞ്ഞ ചേട്ടനുമായിരുന്നു കേട്ടോ. നല്ല നല്ല എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. നാളെ അവരെ ബസ്സിൽ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പോൾ അതാ എനിക്ക് ചായയും വടയൊക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ വാങ്ങി തന്നു. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ല. കുറേ വെള്ളമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഈ വിശപ്പില്ല. അങ്ങനെ ഞാൻ എടുത്ത് ഒരു കരിക്കശയൊക്കെ പോയി കഴിച്ച് ഒരു സമൂസയും കഴിച്ചുള്ളൂ ഉച്ചയ്ക്ക്. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും അടുത്ത റൂട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് വെയിറ്റ് ചെയ്ത് നടന്നത് 3:30 ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരെ. അപ്പോഴത്തേക്ക് അവരിതാ വന്നു. അവിടെ നേരെ നമ്മൾ വീണ്ടും ചിറയൻകീഴ് പോയി. ചിറയൻകീഴ് ഒരു 2 റൂട്ടേ ഉള്ളൂ. രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഇതാണ് അരുൺ ചേട്ടൻ ഡ്രൈവർ, മറ്റേത് നമ്മുടെ രാഹുലേട്ടൻ കണ്ടക്ടർ. എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ പുള്ളിക്കാരൻ. അപ്പോൾ 8 മണി കഴിഞ്ഞു കേട്ടോ. എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് എത്തിയപ്പോൾ അവിടെ നമ്മൾ ആക്ടിക റെസിഡൻസിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്ക് തിരക്കി പിടിച്ച് പോവുകയാണ്. കണ്ടക്ടർ തന്നെ എന്നെ അവിടെ കൊണ്ടാക്കി കേട്ടോ. എനിക്ക് തമ്പാനൂർ കൊണ്ട് ഇറക്കി തന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓട്ടോ കയറി ഞങ്ങളെല്ലാവരും ഇങ്ങനെ വരികയാണ് ചെയ്തത്. ആറ്റുകാൽ റെസിഡൻസിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ബൈജു എന്ന് പറഞ്ഞ ചേട്ടന് നമുക്ക് റെഡിയാക്കി തന്നിട്ട് റൂം. അപ്പോൾ പുള്ളിക്കാരൻ്റെ കെയർ ഓഫ് ആയതുകൊണ്ട് നമുക്ക് റൂമും കുറച്ച് റേറ്റും കുറച്ച് കിട്ടി കേട്ടോ. കൊണ്ട് കേട്ടോ എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. നല്ല റൂട്ടായതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണം എൻ്റെ മുഖത്ത് അനുഭവപ്പെട്ടിട്ടില്ലല്ലോ ഗൈസ്. നിങ്ങൾ തന്നെ പറയും. ബാത്റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ഉണ്ട്. AC, അലമാര കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും സാധനങ്ങൾ വയ്ക്കാൻ പറ്റും. പ്രശ്നം നമ്മുടെ റൂമിൽ 3 പേരുണ്ട്. ആരും വന്നിട്ടില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടൊക്കെ അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വന്ന ഉടനെ അങ്ങ് വീഡിയോ കോൾ വിളിച്ച് അവരെയൊക്കെ നോക്കി ശേഷം സംസാരിച്ച ശേഷമാണ് ഞാനൊന്ന് ഫ്രഷ് ആവാനൊക്കെ പോയത്. അപ്പം എൻ്റെ റൂമിൽ 2 പേര്, ഒരാൾ വന്നിട്ടുണ്ട്, ശ്രുതി വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി ശ്രുതി വന്ന ശേഷം ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. എല്ലാവരും ഫ്രഷ് ആയിട്ട് നമ്മൾ 6 പെണ്ണും കൂടെ ഫുഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതാ കിച്ചൺ തലശ്ശേരിയോ അവിടെ കയറി നമ്മൾ നല്ല മന്തി അടിച്ച് കേട്ടോ. മന്തി അടിച്ച് ഉച്ചയ്ക്ക് നല്ല കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയും വീഡിയോ കാണിക്കുന്നില്ല. ഷീച്ചിച്ചിട്ട് പരാതി ഞാൻ തീർത്തിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 6 പേരാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക.